BJPയുടെ ഇലക്ഷനെ നിയന്ത്രിക്കുന്നത് രാജീവ് ചന്ദ്രശേഖർ ജി തന്നെയാണ്. സംസ്ഥാന പ്രസിഡന്റ് തന്നെയാണ് ഇത് നിയന്ത്രിക്കുന്നത്, ഇലക്ഷൻ നിയന്ത്രിക്കുന്നത്. BJPയിലും പ്രതീക്ഷ വയ്ക്കുന്നത് വട്ടിയൂർക്കാവ് നിയമമണ്ഡലങ്ങളിലെ സീറ്റാണ്. BJPക്ക് ഇക്കുറി ഉള്ളത്, അതായത് BJPക്ക് കഴിഞ്ഞ തവണത്തേക്കാൾ 2015 BJPക്ക് നാമമാത്രമായ സീറ്റുകളാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇങ്ങോട്ട് വരുമ്പോൾ 2020 ആകുമ്പോഴേക്കും 35 വാർഡുകളിൽ BJP കരുത്ത് തെളിയിച്ചിട്ടുണ്ട്. 2015 43 സീറ്റുകൾ മാത്രമാണ് ഇടതുമുന്നണിക്കുണ്ടായിരുന്നത്. 2020 ആകുമ്പോഴേക്കും 52 സീറ്റുകളുടെ വ്യക്തമായ ഭൂരിപക്ഷത്തോടു കൂടിയാണ് ഇടതുമുന്നണി കോർപ്പറേഷൻ ഭരിക്കുന്നത്. ഇനിയുള്ള സ്ഥാനാർത്ഥികളെയാണ് ഇനി പലയിടങ്ങളിലും കോൺഗ്രസിൽ നിന്ന് വന്നു കയറിയവരും മുൻ DGP, ബഹുമുഖ പ്രതിഭകൾ, അങ്ങനെയുള്ള ആളുകളെയാണ് BJP സ്ഥാനാർത്ഥികളായി ഇറക്കിയിട്ടുള്ളത്. പിന്നെ ഇവർക്ക് കാശിന് പഞ്ഞമൊന്നുമില്ല. കേന്ദ്ര BJP ഫണ്ടിൽ നിന്നാണ് ധാരാളം പണം അവർക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രചരണമൊക്കെ ഗംഭീരമായാണ് നടത്തുന്നത്. നിയമമണ്ഡലം പ്രസ്റ്റീജ് മണ്ഡലമാണ്. അതിൻ്റെ വൈസ് പ്രസിഡന്റിന് സീറ്റ് കൊടുക്കാതെ ഒരു കോൺഗ്രസ് നേതാവിൻ്റെ സഹോദരൻ അവിടെ സീറ്റ് കൊടുത്തത്, മുഴുവൻമുകൾ വാർഡിൽ സീറ്റ് കൊടുത്തതൊക്കെ ഏറെ വിമർശനം ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. RSSും BJPയും തമ്മിൽ വേറിട്ട് നിൽക്കുന്ന ബഹുസ്വരത പുലർത്തുന്ന വാർഡുകളും തിരുവനന്തപുരത്ത് ഉണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇടത് കോട്ടയായി നിൽക്കുന്ന തിരുവനന്തപുരം, 3 പതിറ്റാണ്ടായി ചെങ്കോട്ടയായി നിൽക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷന് മുന്നിൽ നിരവധി സമരങ്ങളും നിരവധി പ്രതിഷേധങ്ങളും സംഘടിപ്പിച്ചത് മുഖ്യപ്രതിപക്ഷം എന്ന നിലയിൽ BJP ആയിരുന്നു. അങ്ങനെ BJPക്ക് ഒരു മേൽക്കൈ തിരുവനന്തപുരത്ത് ഉണ്ടെങ്കിലും ഈ തെരഞ്ഞെടുപ്പിന് അത് എത്രമാത്രം ഫലവത്താകും, എത്രമാത്രം വോട്ടായി മാറുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. ഏതായാലും തലസ്ഥാനം പിടിച്ചടക്കാൻ അങ്കക്കലിമൂത്ത് അങ്കപ്പോര് മുറുകുകയാണ് തിരുവനന്തപുരത്ത്.